ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന പരിശീലകനാണ് പെപ് ഗാർഡിയോള. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെയും ബാഴ്സലോണയുടെ കൂടെയും ബയേൺ മ്യൂണിക്കിൻ്റെ കൂടെയുമൊക്കെ നിരവധി നേട്ടങ്ങൾ നേടിയെടുത്ത പരിശീലകൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് പെപ് ഗാർഡിയോളയുടെ ഒരു ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ പരിശീലിപ്പിച്ച ടീമുകളിലെ താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമുണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യ 11 ആരെയൊക്കെയായിരിക്കും തിരഞ്ഞെടുക്കുക? ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു ഗോൾ കീപ്പറുടെ സ്ഥാനത്തേക്ക് വിക്ടർ വാൽഡേഴ്സ് ആണോ, മാനുവൽ നൂയർ ആണോ, അല്ലെങ്കിൽ എഡേഴ്സിനെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം 3 പേരും മികച്ചവർ തന്നെ. ഇനി അതല്ല, ഫിലിപ്പ് ലാമിനെ വേണോ, ഡാനി ആൽവേസിനെ വേണോ എന്ന് ചോദിച്ചാലും ഞാൻ ആ ചോദ്യത്തിന് മുൻപിൽ തലകുലിച്ച് നിൽക്കുകയുള്ളൂ. കാരണം അതിനും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കില്ല. ഒരു 10 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടും. കാരണം ഒരേ പൊസിഷനിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന നിരവധി താരങ്ങളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 11ാമത്തെയാൾ വ്യത്യസ്തനാണ്. അദ്ദേഹം എൻ്റെ ടീമിൽ എല്ലായ്പ്പോഴും സ്ഥിര സാന്നിധ്യമായിരിക്കും. ലയണൽ മെസ്സി എന്നാണ് അവൻ്റെ പേര്. കാരണം അവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. അവനുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാഴ്സലോണയിൽ നിരവധി നേട്ടങ്ങൾ നേടിയെടുത്തത്. ചിലപ്പോൾ അവനില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മികച്ച പരിശീലകനായി അറിയപ്പെടുക പോലുമില്ലായിരുന്നു. അവനെ തിരഞ്ഞെടുക്കാൻ ഞാൻ രണ്ടാമതൊന്ന് ആലോചിക്കില്ല. കാരണം അവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്.